Hey, good morning, friends. Welcome again to Miles to Go channel. ഇന്ന് അൽമാട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം വളരെ നേരത്തെ എഴുന്നേറ്റൊക്കെയാണ്. ഇപ്പം ഏകദേശം 6 മണി. വെളിച്ചങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ന് നേരത്തെ എഴുന്നേറ്റത് വേറൊന്നിനും വേണ്ടിയല്ല. ഇന്നൊരു ദൂരെ യാത്രയ്ക്ക് ഞങ്ങൾ പോവുകയാണ്. അൽമാട്ടിയിൽ നിന്ന് 300-400 കിലോമീറ്റർ അകലെയുള്ള കുറേ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽമാട്ടിയിൽ വന്നാൽ എല്ലാവരും ഈ സ്ഥലങ്ങൾ കണ്ടിരിക്കും. The one-day trip to Kolsai Lake and Sharon Canyon. We have friends from England, we have friends from Kuwait. Oh, is it? യെസ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു ഗ്രൂപ്പ് ടൂറിനാണ് പോകുന്നത്. ഷാരൻ കാനിയോൺ, കോൾസായ് ലേക്ക്, കൈൻഡ ലേക്ക് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഒരു ചെറിയ വാനിലാണ് യാത്ര. ആനന്ദ് പറഞ്ഞ പോലെ നിരവധി രാജ്യത്തു നിന്നുള്ള ആളുകളുമായിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഏകദേശം ഒരു 10-12 പേരടങ്ങുന്ന ഒരു സംഘം. ഈ സംഘത്തിന്റെ ക്യാപ്റ്റൻ, ഞങ്ങളുടെ ടീം ലീഡർ, ഒരു ചെറുപ്പക്കാരത്തിയാണ്. പേര് അസിം. അസിം ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആദ്യമേ തരികയാണ്. So we will come back to the city approximately 9:30. 10 o'clock. Okay? So right now, 1.5 hour after that we'll reach Gesti. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അൽമാട്ടി നഗരമെല്ലാം പിന്നിട്ട് നമ്മളിപ്പോൾ ഒരു എക്സ്പ്രസ് വേയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. A351 എന്നാണ് ഈ എക്സ്പ്രസ് വേയുടെ പേര്. ഈ പേര് നമ്മൾക്കത്ര പരിചയമുണ്ടാകില്ല. പക്ഷേ പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, അങ്ങനെ ചൈനയിലോട്ട് പോകുന്ന പുരാതനമായ ഒരു റോഡ് മാർഗമാണ് പട്ടുപാത എന്നറിയപ്പെടുന്നത്. ആ പട്ടുപാത അടങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തുകയും അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. വരണ്ട സ്ഥലങ്ങൾ, മലമടക്കുകളും ചെറിയ മരുഭൂമി പ്രദേശങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളെല്ലാം പിന്നിട്ട് അൽമാട്ടിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഷാരൻ കാനിയോൺ എന്ന ഒരു വലിയ പർവ്വത പ്രദേശത്തേക്കാണ്. അത് നമ്മൾ US-ലെ അരിസോണയിലെ ഗ്രാൻഡ് കാനിയോൺ എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെയുള്ള ഒരു ചെറിയ ഭൂപ്രകൃതിയാണ്. വലിയ മലമടക്കുകളും അതുപോലെ ഷാരൻ നദി ആണ് അവിടുത്തെ പ്രധാന ഒരു കാഴ്ച. ആ നദിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പർവ്വത പ്രദേശവും മലയിടുക്കും അവിടുത്തെ കാഴ്ചകളും നാഷണൽ പാർക്ക് അതെല്ലാമാണ് നമ്മൾ ആദ്യം കാണുന്നത്. നല്ല നേരെ കിടക്കുന്ന റോഡുകളാണ്, വേറെ ഒരു തടസ്സവും ഇല്ല. അങ്ങ് അകലെ കുറച്ച് പർവ്വത ശിഖരങ്ങൾ ഒരു പശ്ചാത്തലമായിട്ടാണ് നമുക്ക് കാണുന്നത്. റോഡിലൊന്നും അധികം വലിയ തിരക്കൊന്നുമില്ല, അധികം വാഹനങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ ഡ്രൈവറേട്ടൻ നല്ല സ്പീഡിൽ, ഏകദേശം ഒരു 150-180 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വാൻ ഓടിക്കുന്നത്. യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ പിന്നിട്ട് കാണും. ഞങ്ങൾ പ്രധാന റോഡായ A351 നിന്ന് ലെഫ്റ്റ് എടുത്ത് ഷാരൻ കാനിയനിലേക്കുള്ള ചെറിയൊരു പാതയിലേക്ക് കയറി. ഇനി ഏകദേശം 10 കിലോമീറ്ററാണ് സഞ്ചരിക്കാനുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ ഒരു മരുഭൂമി പ്രദേശം തന്നെയാണിത്. അതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു പാത, പൊടിയും മണ്ണുമെല്ലാം നിറഞ്ഞൊരു റോഡ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ നിർത്തി ചില പരിശോധനകൾക്ക് വിധേയരാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ടീം ലീഡർ അസിം വാഹനത്തിൽ നിന്നിറങ്ങി ചില രേഖകളുമായിട്ടൊക്കെ അവിടേക്ക് പോവുകയാണ്. അവിടെ എത്തി കുറച്ച് ഫോർമാലിറ്റികൾ ഉണ്ടാവാം. ഈ നാഷണൽ പാർക്കിലേക്ക് കയറുന്ന ആളുകളുടെ ഒരു കണക്കെടുക്കാനായിരിക്കാം. അങ്ങനെ അസിം വരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അസിം തിരികെ എത്തി. ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്.
കുറച്ച് നേരത്തെ അൽമാട്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് അസിം പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇതാ റോഡിൽ നോക്കൂ, ഒരു വാഹനം പോലുമില്ല. ഞങ്ങളായിരിക്കാം ഇന്ന് ഈ നാഷണൽ പാർക്ക് സന്ദർശിക്കാൻ ആദ്യം എത്തുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഞങ്ങൾ ഈ നാഷണൽ പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ. എല്ലാവരും ഇറങ്ങി. ആദ്യം കാണുന്നത് ഒരു വിസിറ്റിംഗ് സെൻ്ററാണ്. ആ വിസിറ്റിംഗ് സെൻറ്റർ കടന്നു വേണം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാനിയോൺ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകുവാനായിട്ട്. ഇതിനിടയിൽ അസീം ഇതിൻ്റെ ചരിത്രമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം സശ്രദ്ധം കേട്ട് എല്ലാവരും അസീമിനെ പിന്തുടരുകയാണ്. വിസിറ്റേഴ്സ് ഗാലറിയുടെ ഒരു ഭാഗത്ത് ഒരു ചുറ്റുകോണിയുണ്ട്. മരം കൊണ്ടുള്ള ആ സ്റ്റെയർ കേസ് ഇറങ്ങി ചെല്ലുന്നത് നാഷണൽ പാർക്കിന്റെ പ്രവേശന കവാടത്തിലേക്കാണ്. ഒരു വലിയ മരുപ്രദേശമാണ് നാം ആദ്യം കാണുന്നത്. ചൈനയുടെ അതിർത്തിയുമായി പങ്കിടുന്ന ഏകദേശം 154 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഷാരിൻ കാനിയോൺ. ഏകദേശം 12 ദശലക്ഷം വർഷങ്ങൾ വരെ പഴക്കമുണ്ട് ഇവിടെയുള്ള പാറകൾക്ക്. വാലി ഓഫ് കാസിൽസ് എന്ന് പറയുന്ന ഈ ഒരു താഴ്വര ഏതൊരു സഞ്ചാരിയെയും വളരെയധികം ആകർഷിക്കുന്നതാണ്. അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വാലി ഓഫ് കാസിൽസ് അഥവാ കോട്ടകളുടെ താഴ്വര എന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. മധ്യകാല ഗോപുരങ്ങളുടെയും കോട്ടകളുടെയും സാദൃശ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇതിന് ആ പേര് വന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഷാരിൻ നദിയും മറ്റ് പ്രകൃതി ശക്തികളും രൂപപ്പെടുത്തിയ വളരെ ഉയരമുള്ളതും മണൽക്കല്ല് രൂപപ്പെടുന്നതുമാണ് വാലി ഓഫ് കാസിലിന്റെ പ്രധാന സവിശേഷത. നിരവധി ശിഖരങ്ങളാലും സ്തംഭങ്ങൾ, ഗോപുരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പലതരം കൗതുകകരമായ രൂപങ്ങളാണ് ഈ പാറകൾക്കുള്ളത്. ഒരു മധ്യകാല കോട്ടയുടെ ഭൂപ്രകൃതി തന്നെയാണ് ഇത്തരം പാറക്കൂട്ടങ്ങൾ നമുക്ക് പ്രതീതി ഉളവാക്കുന്നത്. ഷാരൻ കാനിയോന്റെ ഭൂമിശാസ്ത്രവും ചരിത്രപരവുമായ കാര്യങ്ങളെല്ലാം അസിം ഞങ്ങളോട് നന്നായി വിവരിച്ചു തരുന്നുണ്ട്. അതിനിടയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളും അസിം ഞങ്ങളോട് പങ്കുവച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണ് അസിം. അസിമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, സദ്ഗുരുവിന്റെ ആരാധികയാണ് അസിം എന്ന ഈ ചെറുപ്പക്കാരി. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ട്രാവലർ സന്തോഷ് ജോർജ് കുളങ്കരയെ ഒരിക്കൽ അസിം പരിചയപ്പെട്ടു. ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? അസിമിന്റെ വാക്കുകളിലൂടെ നമുക്ക് ആ കഥ കേൾക്കാം. So Assam is quite an interesting person. She's telling a story where she met Santosh Kolangara. Okay, the very famous Santosh. So tell us about him. So actually, before working as a guide, I was working in Kursai. It's one of the top 5, the most popular touristic place in Kazakhstan. And last year, this famous Indian blogger, travel blogger, came to our restaurant and I served him. So he took some interview from me. After that, I forgot about that. So this year also, after coming Turkey, I was working in Kursay also. So some guests from Kerala came and I asked me, "You are that girl from that video?" And I said, "Yes." So I was surprised. It was a big pleasure, to meet. So right now also you know him, and I lost that video link and I couldn't find because it was in Hindu language. Uh-huh. Hindu language. It was in a language called Malayalam. Malayalam. So US-ലുള്ള അരിസോണ സ്റ്റേറ്റിലെ ഗ്രാൻഡ് കാനിയോൺ കണ്ടവർക്കറിയാം. ഏകദേശം അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഷാരിൻ കാനിയോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാനിയോൺ കേവലം വിനോദത്തിന് മാത്രമല്ല,
ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളും അതുപോലെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വളരെ അനുയോജ്യമായ ഒരു പ്രദേശമാണ്. ഈ പാറക്കൂട്ടങ്ങളുടെ ചുവപ്പ് കലർന്ന നിറം അതാണ് കൂടുതൽ ആകർഷണീയമാക്കുന്നത്. മണൽക്കല്ലിലെ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ ചുവപ്പ് നിറത്തിന് കാരണം. വാലി ഓഫ് കാസിലിൽ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കാൽനട യാത്ര തന്നെയാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലേക്കും താല്പര്യമുള്ള മേഖലകളിലേക്കും നയിക്കുന്ന നിരവധി ട്രെയിൽസ് ഇവിടെയുണ്ട്. ചില ട്രെയിൽസ് അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്നതാണ്, ചിലത് ഗവേഷണപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാഴ്ചകളുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ള ഫിറ്റ്നസ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈക്കിങ്ങിനായിക്കോട്ടെ ഏത് അനുഭവത്തിനും പറ്റിയ ഒരു സാഹചര്യമാണ് വാലി ഓഫ് കാസിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഒരു വിചിത്രമായ ഒരു പാറക്കൂട്ടം കണ്ടു. പാറക്കൂട്ടമല്ല, ഒരു പ്രത്യേക പാറ. അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖമുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സമയം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു. സഞ്ചാരികളുടെ തിരക്ക് കൂടി വരുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യം ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിരവധി സഞ്ചാരികളാണ് ഈ പാർക്കിലേക്ക് എത്തുന്നത്. വാലി ഓഫ് കാസിലിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞങ്ങൾക്ക് നടന്ന് കാണാൻ കഴിഞ്ഞത്. അസിം പറഞ്ഞതനുസരിച്ചിട്ട് ഇത് മുഴുവൻ കാണണമെങ്കിൽ 3-4 മണിക്കൂറെങ്കിലും എടുക്കും. മലയിടുക്കിന്റെ വിസ്തൃതമായ ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ചുവപ്പ് നിറത്തിലുള്ള പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സഞ്ചാരികൾക്ക് തിടുക്കമാണ്. ഏതൊരു ഫോട്ടോഗ്രാഫർമാർക്കുള്ള ഒരു പറുദീസ തന്നെയാണ് വാലി ഓഫ് കാസിൽസ്. തനത് പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും ആ ഒരു സങ്കലനമാണ് ദൃശ്യനാടകത്തിന് മാറ്റുകൂട്ടുന്നത്. വാലി ഓഫ് കാസിൽ നിന്ന് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഷാരൺ കാനിയോൺ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള മലയിടുക്കുകൾ ചേർന്നതാണ്. നമ്മളിപ്പോൾ കണ്ടത് വാലി ഓഫ് കാസിൽ. ഇതുകൂടാതെ യെല്ലോ കാനിയോൺ, റെഡ് കാനിയോൺ, ബ്ലാക്ക് കാനിയോൺ, അങ്ങനെ പല തരത്തിലുള്ള മലയിടുക്കുകളുണ്ട്. അതിലെ ബ്ലാക്ക് കാനിയോന്റെ അടുത്തേക്കാണ് അടുത്ത യാത്ര. അവിടെ തന്നെയാണ് ഷാരൺ നദിയെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഏരിയ. ചെങ്കുത്തായ കറുത്ത പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു നദി ഒഴുകുന്നു. അതാണ് ഷാരൺ നദി. ഈ ഷാരൺ നദിയാണ് ഈ മലയിടുക്കിന് ഷാരൺ കാനിയോൺ എന്ന പേര് വരാൻ കാരണമായത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം പല ഭാഗത്തു നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ആ കാണുന്ന മലയുടെ അതിർവരമ്പുകൾ ചൈനയും കിർഗിസ്ഥാനുമൊക്കെ പങ്കിടുന്നതാണെന്ന് അസിം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായി. നമ്മുടെ ജാപ്പനീസ് ചേട്ടനും ചൈനീസ് ചേച്ചിയുമാണ് ഇതാ വരുന്നത്. കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷവാന്മാരായിട്ടാണ് അവർ എത്തുന്നത്. ബ്ലാക്ക് കാനിയോന്റെ വളരെ ഉയർന്ന ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് താഴെ ചെറിയൊരു അരുവി പോലെ ഷാരൺ നദി കാണപ്പെടുന്നത്. ശരിക്കും അതല്ല കാര്യം. ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് ഷാരൺ നദിയുടെ നീളം. വളരെ പ്രക്ഷുബ്ധമായി നിറഞ്ഞൊഴുകുന്ന ഒരു നദി തന്നെയാണിത്. മെയ് ജൂൺ മാസങ്ങളിലെ മഴയാണ് ഷാരൺ നദിയിലെ ജലത്തിന് ആധാരം. അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗ്ലേഷ്യേഴ്സ് ഉരുകി, അതായത് മഞ്ഞുപാളികൾ ഉരുകി വരുന്ന ജലവും ഇതിലെത്തുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവർ ഷാരൺ നദിയുടെ കാഴ്ചകളും ബ്ലാക്ക് കാനിയോന്റെ കാഴ്ചകളും എല്ലാം കണ്ട് അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം അസിമിന്റെ വിളി വന്നു. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങളെ വിളിക്കുകയാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ടും അവിടെയുള്ള കാഴ്ചകളൊക്കെ ക്യാമറയിലാക്കിയും ഞാൻ തിരികെ വാനിലേക്ക് നടന്നു. അങ്ങനെ വാലി ഓഫ് കാസിൽസിലൂടെ നടന്നും
ഷാരൻ നദിയും ബ്ലാക്ക് കാനിയോണും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഷാരൻ കാനിയോണിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷനായ കോൾസായി ലേക്ക്, കൈൻഡ ലേക്ക് എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ കസാഖിസ്ഥാൻ. വളരെ വിശാലമായ രാജ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വൈവിധ്യമായ ഭൂപ്രകൃതിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, അങ്ങ് അകലെ പല മലമടക്കുകൾ. അതിൻ്റെ ഒരു ഭാഗം ചൈനയും വലതുവശത്തായി കിർഗിസ്ഥാനും അതിർത്തി പങ്കിടുന്നുണ്ട്. മരുഭൂമി പ്രദേശങ്ങളാണെങ്കിലും നമുക്ക് നല്ല കാഴ്ചയുടെ നല്ലൊരു അനുഭവം തന്നെയാണ് ഈ പ്രദേശങ്ങൾ തരുന്നത്. വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പണ്ടെങ്ങോ പഠിച്ച ആ സിൽക്ക് റൂട്ടിലൂടെയുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കോൾസായിലേക്കും കൈൻഡ ലേക്കിലേക്കുമുള്ള കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ.